JMA ഫസ്റ്റ് സെഷൻ എക്സാം ഡേ 4 മോർണിംഗ് ഷിഫ്റ്റ് എക്സാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ആ ഒരു എക്സാം നടക്കുന്ന സെന്ററിലാണ് ഉള്ളത് അല്ലേ? യെസ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി എളുപ്പമായിരുന്നു, മാത്സ് കുറച്ചൊരു ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നും എങ്ങനെയാണ് അതേപോലെ തന്നെയായിരുന്നു അതോ ഡിഫറൻ്റ് ആയിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് അറിയില്ല. കുട്ടികൾ അവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. അവരുടെ ആ ഒരു എക്സാം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് അവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം അല്ലേ? ഇന്നത്തെ എക്സ്പീരിയൻസ് ആണ് അല്ലേ? അതെ അതെ തീർച്ചയായും. അപ്പോൾ ഇതേ നാലാമത്തെ ദിവസത്തെ ആദ്യത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ചേട്ടാ എളുപ്പമായിരുന്നു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഫിസിക്സ് വളരെ ഈസി ആയിരുന്നു. മാത്സിൽ എന്തായിരുന്നു പക്ഷേ ഈസി. കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലേ? കൂടുതലും ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചതെന്ന് പറയാം? ഐ മീൻ ഒബ്വിയസ്ലി ഡി ബ്ലോക്ക് ഉണ്ടായിരുന്നു, സോൾട്ട് ഉണ്ടായിരുന്നു, പിന്നെ ഓർഗാനിക് ഭയങ്കര ഈസി ആയിട്ട് ചോദിക്കണമായിരുന്നു. ഓർഗാനിക് ആയിരുന്നു കൂടുതലും വന്നത് അതോ ഇൻഓർഗാനിക്കാണ് കൂടുതൽ. ടൈം മാനേജ്മെന്റ് ഒക്കെ ഓക്കെ ആയിരുന്നോ? കുഴപ്പമില്ലായിരുന്നു. മാത്സിൽ എന്തായിരുന്നു പക്ഷേ മാത്സ് ലെങ്തി ആയിരുന്നു. അപ്പോൾ കൂടുതൽ സമയം എടുത്താലും ചെയ്യാൻ പറ്റിയില്ലേ? മോനെങ്ങനെയുണ്ടായിരുന്നു എക്സാം? എനിക്ക് എളുപ്പമായിട്ടാണ് തോന്നിയത്. ഇത്ര നാളത്തെ വീഡിയോസൊക്കെ കണ്ടായിരുന്നു, അവരൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ല എളുപ്പമായിരുന്നു. ഞാൻ നീറ്റാണ്, അതുകൊണ്ട് മാത്സിൻ്റെ വലിയ പിടിയില്ല. പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും നല്ല എളുപ്പമായിരുന്നു. എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാൻ പറ്റി. കെമിസ്ട്രി എസ്പെഷ്യലി വിചാരിച്ചതിനെക്കാട്ടും എളുപ്പമായിരുന്നു. ബാക്കി ടൈം മാനേജ്മെൻറ്റ് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ടൈമൊക്കെ അത്യാവശ്യം കിട്ടിയല്ലേ? അത്യാവശ്യം കിട്ടിയായിരുന്നു. ഒരു ഏകദേശം അരമണിക്കൂറിൻ്റെ അടുത്ത് ബാക്കി ഉണ്ടായിരുന്നു എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഈസി ആയിട്ട് തോന്നിയതോ? കെമിസ്ട്രി ആയിരുന്നു കുറച്ചും കൂടി എളുപ്പം. ഫിസിക്സും കുഴപ്പമില്ല, എല്ലാം ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഓവറോൾ എന്തായാലും നല്ല എളുപ്പമായിരുന്നു, നല്ല എളുപ്പ എക്സാമാണ്. അപ്പോൾ ഇതേ JMAൻ്റെ നാലാമത്തെ ദിവസം ആദ്യത്തെ ഫസ്റ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയ വിദ്യാർത്ഥികളാണ് കേട്ടോ നമ്മുടെ ഇപ്പോൾ ഉള്ളത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം കുഴപ്പമൊന്നുമില്ല. ഫിസിക്സും കെമിസ്ട്രിയിലും നല്ല കുഴപ്പമില്ലാത്തൊരു എക്സാമായിരുന്നു. മോഡറേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ? ടൈം മാനേജ്മെന്റ് ഒക്കെ ഓക്കെ ആയിരുന്നു? ടൈം മാനേജ്മെൻ്റ് ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല. കെമിസ്ട്രി കൂടുതലും ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു? കെമിസ്ട്രി എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. ഫിസിക്കൽ കുറവായിരുന്നു. ഇൻഓർഗാനിക്കും ഓർഗാനിക് തന്നെ കൂടുതലുണ്ടായിരുന്നു. ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സ് കുഴപ്പമില്ല, ഒരു മോഡറേറ്റ് ആയിരുന്നു. ഈസി എന്ന് പറയുന്നത് ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ്. എല്ലാം തന്നെ ചെയ്യാൻ പറ്റുമോ? അത്യാവശ്യം കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമുണ്ടായില്ല, സിമ്പിളായിരുന്നു. ഫിസിക്സ് സ്വതവേ വിചാരിച്ചതിനെക്കാട്ടി സിമ്പിളായിരുന്നു. കെമിസ്ട്രി ഓർഗാനിക് കുറവായിരുന്നു. കാൽക്കുലേഷൻ ചെയ്യാനൊന്നും അത്ര കുറേ ഒന്നും ഉണ്ടായില്ല. എല്ലാം തിയറി ബേസ്ഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ മാത്സ് ഫോളോയിങ് അങ്ങനെയൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സിമ്പിളായിരുന്നു അല്ലേ? മോനെങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം ഈസി ആയിരുന്നു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. പിന്നെ ഫിസിക്സും അങ്ങനെയൊക്കെ ചോദിച്ചത്. പിന്നെ കെമിസ്ട്രിയിൽ ഓർഗാനിക് കുറവായിരുന്നു. ഓർഗാനിക് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇൻഓർഗാനിക് ആയിരുന്നു കൂടുതൽ. ഇൻഓർഗാനിക് ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ്. പിന്നെ മാത്സ് ഇച്ചിരി അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. ടൈമൊക്കെ കിട്ടിയത്? ടൈം കിട്ടിയാണ് കറക്റ്റായിട്ട്. എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണോ വന്നത്? അതെ അതെ. മോഡൽ എക്സാംസ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു നമ്മളടുത്ത്. വലിയ കുഴപ്പമില്ലായിരുന്നു. എന്തായാലും ഓവറോൾ ഈസി ആയിരുന്നു. അപ്പോൾ നമ്മളോട് ഇന്ന് മറ്റ് രണ്ട് വിദ്യാർത്ഥികൾ കൂടിയുണ്ട്. നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സാമിന്. എങ്ങനെയുണ്ട് മോനെ എക്സാം? വലിയ കുഴപ്പമുണ്ടായില്ല. മാത്സ് കുറച്ച് ടഫായിരുന്നു. ബാക്കി ഫിസിക്സും കെമിസ്ട്രിയും വലിയ വിഷയമില്ല, എളുപ്പമായിരുന്നു. ഏതായിരുന്നു ഏറ്റവും കൂടുതൽ എളുപ്പം തോന്നിയത്? കെമിസ്ട്രി എളുപ്പം ഏതാ ചോദിച്ചത് കെമിസ്ട്രിയിൽ? കെമിസ്ട്രിയിൽ പ്യൂരിഫിക്കേഷൻ ക്വസ്റ്റ്യൻ വന്ന്, പിന്നെ ബേസിക് കൺസെപ്റ്റ്സ് അങ്ങനെ ചെറുതായിപ്പെടുന്നു. പക്ഷെ ചെയ്യാനൊന്നുമില്ല കൂടുതൽ, എളുപ്പം. ടൈമൊക്കെ കിട്ടിയായിരുന്നു അത്യാവശ്യം? അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. മാനേജ് ചെയ്ത് പോകാൻ പറ്റും. എന്തായാലും ഓവറോൾ ഒരു മോഡറേറ്റ് ലെവലാണോ അങ്ങനെയാണ്? മോഡറേറ്റ്, ഭയങ്കര എളുപ്പമല്ല, എന്നാലും കുഴപ്പമില്ല. കോൺഫിഡൻസ് ഉണ്ട്. ഉണ്ട്. എങ്ങനെയായിരുന്നു? അതുപോലെയൊക്കെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു? വ്യത്യാസമൊന്നുമില്ല, അത് തന്നെയായിരുന്നു. ഫിസിക്സ് കൂടുതൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്? ഫിസിക്സ് കൂടുതൽ അസോസിയേഷൻ റീസണിങ് ഉണ്ടായിരുന്നു. പിന്നെ സമയം എടുത്ത് വായിച്ച് മനസ്സിലാക്കിയൊക്കെ ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു. ഓവറോൾ കുഴപ്പമില്ലായിരുന്നല്ലേ? ഇല്ല, മാത്സ് ചെറിയതായിട്ട് കുറച്ച് ടഫായിരുന്നു. മാത്സ് എങ്ങനെ ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നോ കൂടുതലും? ഡിറ്റർമിനൻസ് അങ്ങനെ കുറച്ച് ലെങ്തി ടൈപ്പായിരുന്നു. അപ്പോൾ ദേ സബ്ജക്റ്റ് വൈസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാം എന്ന് ദൈവം നമ്മളോട് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മോനെ എക്സാം? ഫിസിക്സ് മാഗ്നറ്റിസം പറഞ്ഞ് ലൈക്ക് 5 ക്വസ്റ്റനാണെന്ന് തോന്നുന്നു. മാഗ്നറ്റിസത്തിൻ്റെ 6 സെക്ഷനിൽ നിന്ന് വന്നേ. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രി കൂടുതലും തിയറി ബേസ്ഡാണ് ചോദിച്ചത്. സ്റ്റേറ്റ്മെൻറ്റും അധികം ന്യൂമറിക്കൽസ് ഇല്ലായിരുന്നു. മാത്സോ അത്യാവശ്യം ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ഉണ്ടായിരുന്നു സബ്ജക്റ്റ് വൈസ് എന്ന് പറയാൻ പറ്റും? സബ്ജക്റ്റ് വൈസ് ഫിസിക്സും കെമിസ്ട്രിയും ഡൂവബിൾ ആയിരുന്നു. പക്ഷേ കുറച്ച് ടൈം എടുക്കും. എന്നാലും മാത്സ് വെച്ച് നോക്കുമ്പോൾ ഈസി ആയിരുന്നു. മാത്സ് കുറച്ച് ലെങ്തി ആയിരുന്നു. മോനെങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് അത്രയും ഇച്ചിരി ഒരു ടഫായിരുന്നു. എന്നാൽ പോലും ഫിസിക്സും കെമിസ്ട്രിയും ഇത്തവണ ഇച്ചിരി ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു. കെമിസ്ട്രി ഇൻ ജനറൽ കെമിസ്ട്രി ആയിരിക്കുമല്ലോ എപ്പോഴും എളുപ്പം കമ്പാരിറ്റീവ്ലി ഫിസിക്സും മാത്സും വെച്ച് നോക്കുമ്പോൾ. കാരണം പിന്നെ ഇച്ചിരി ഒരു തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന കെമിസ്ട്രിയിൽ നിന്ന്. ഇപ്പോൾ പി ബ്ലോക്കിൽ നിന്നൊക്കെ വന്നായിരുന്നു. ചില ജോമെട്രി ടൈപ്പ് ക്വസ്റ്റ്യൻസും അതൊക്കെ ഉണ്ടായിരുന്നു.
അതായത് ഓവറോൾ മോഡറേറ്റ് ലെവൽ ഓഫ് എക്സാം ആയിരുന്നു അല്ലേ? മോഡറേറ്റ് എക്സാം ആയിരുന്നു. ജെഇ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഈസി ആയിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും നമുക്ക് നീറ്റ് ആണെങ്കിൽ പോലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലോ. ആൻഡ് മാത്സ് ആണെങ്കിലും ലെങ്തി ആയിട്ട് ആയിരുന്നു ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിരുന്നുണ്ടെങ്കിലും നമുക്ക് മാനേജ് ചെയ്യാമായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും എളുപ്പമായിരുന്നു. ഈ മാത്സ് കുറച്ചുകൂടി ലെങ്തിനെസ് ഉണ്ടായിരുന്നു. എളുപ്പമായിരുന്നു, പൊതുവെ എളുപ്പമുള്ള എക്സാം ആയിരുന്നു ജെഇ. ഫിസിക്സും കെമിസ്ട്രിയും എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും ചോദിച്ചത്? +1 ബേസ്ഡ് ആയിരുന്നു കൂടുതലും പറഞ്ഞത്. ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ പോലെ ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. കെമിസ്ട്രി കൂടുതൽ ഇൻഓർഗാനിക് ആണ് വന്നത്. ഓർഗാനിക് ഫസ്റ്റ് സെക്ഷൻ ഒക്കെ പറഞ്ഞ പോലെ റിയാക്ഷൻസ് വന്നിട്ടാന്നില്ല, ചെറുതായിട്ട് വന്നത്. ബ്രില്യൻറ്റിൽ നിന്ന് പഠിച്ചുകൊണ്ട് ലൈക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് ഒരാഴ്ചയെങ്കിലും അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ പൊതുവെ നോക്കുവായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു പരീക്ഷ, ഫിസിക്സും കെമിസ്ട്രിയും. മാത്സ് കുറച്ച് ലെങ്തി ആയിരുന്നു, കെമിസ്ട്രി എളുപ്പമായിരുന്നു, ഓർഗാനിക് ഒക്കെ. പിന്നെ ഫിസിക്സും കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ബ്രില്യൻറ്റിന്റെ നമ്മൾ ചെയ്ത പാറ്റേണിലൊക്കെ തന്നെ ആയിരുന്നു. നമുക്ക് കുറേയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. കണ്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പോലെ ആയിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും ഈസി ആയിരുന്നു. ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ, അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.